ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ പ്രവൃത്തി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? അത്തരം ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നല്ലൊരു ക്രിസ്മസ് രാത്രി കൊച്ചുമകൾക്ക് ഒരു സമ്മാനം മേടിക്കാനായിട്ട് കൊച്ചുമകളുടെ ഒപ്പം ഇറങ്ങുകയാണ് ഒരു മുത്തശ്ശൻ. അങ്ങനെ അവരൊരു സൈക്കിൾ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ട് സൈക്കിളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ തൻ്റെ കൊച്ചുമകൾക്ക് ഇഷ്ടം റെഡ് സൈക്കിളല്ല, പകരം ഒരു ബ്ലൂ സൈക്കിളാണ്. അങ്ങനെ അവൾ പറയുന്നു തനിക്കൊരു ബ്ലൂ സൈക്കിൾ വേണമെന്ന്. പക്ഷെ ആ കടയിൽ അവിടെ ഒരു ബ്ലൂ സൈക്കിൾ ഇല്ലായിരുന്നു. അങ്ങനെ ആ സൈക്കിൾ കടയിലെ കച്ചവടക്കാരൻ ബ്ലൂ സൈക്കിൾ വേണോ, അത് ഞാൻ ഓർഡർ ചെയ്യണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അപ്പൂപ്പനും കൊച്ചുമകളും കൂടെ പോകുന്നു. അങ്ങനെ വഴി സൈഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൂ സൈക്കിള് ഇവരത് കട്ട് ചെയ്ത് കട്ടുകൊണ്ട് പോകുന്നു. അവിടെയാണ് നമ്മുടെ സിനിമ ആരംഭിക്കുന്നത്. അങ്ങനെ അവിടുന്ന് സിനിമ മാർക്കസിൻ്റെയും മറ്റിൽഡയും കഥയിലേക്ക് നീങ്ങുകയാണ്. മാർക്കസിൻ്റെ മകളാണ് മറ്റിൽഡ. അങ്ങനെ മറ്റിൽഡ പുറത്തേക്ക് പോകാനിറങ്ങുന്ന സമയത്ത് സൈക്കിൾ മോഷണം പോയതായിട്ട് അറിയുന്നു. അങ്ങനെ അവളെ കൊണ്ടുപോയി വിടാനായിട്ട് അമ്മ തീരുമാനിക്കുന്നു. എന്നാൽ കാർ എടുക്കാൻ നേരത്ത് കാർ സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ അവരുടെ പതിവ് രീതികളെല്ലാം മാറിക്കൊണ്ട് അവരന്നൊരു ട്രെയിൻ പിടിക്കുന്നു. അങ്ങനെ ട്രെയിനിലെത്തിയിരിക്കുന്ന സമയത്ത് ഒരു അപരിചിതൻ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മറ്റിൽഡയുടെ അമ്മ ആ ഒരു സീറ്റിലേക്ക് ഇരിക്കുന്നു. എന്നാൽ ഇരുന്ന് 2 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ആ ട്രെയിൻ അപകടത്തിൽപ്പെടുകയാണ്. കറക്റ്റ് വന്നിടിക്കുന്നതും അമ്മ ഇരുന്ന ആ ഒരു സൈഡിൽ തന്നെ. എന്നാൽ ഈ ഒരു ട്രെയിൻ അപകടത്തിൽ എന്തെല്ലോ ഒരു ദുരൂഹതകളൊക്കെ മണത്തെടുക്കുകയാണ് ഒട്ടോ എന്ന് പറയുന്ന ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത ആ വ്യക്തി. അതോടൊപ്പം ചെറിയൊരു കുറ്റബോധവും അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഒട്ടോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിബുദ്ധിമാനായ ഒരാളാണ് ഒട്ടോ. ഒട്ടോയ്ക്ക് 2 സുഹൃത്തുക്കളുണ്ട്. 2 പേരും നല്ല പക്ക ഹാക്കേഴ്സാണ്. അതോടൊപ്പം ബുദ്ധിമാന്മാരാണെങ്കിലും കുറച്ച് മണ്ടന്മാരും കൂടിയാണ്. അങ്ങനെ ഒട്ടോ ഈ ഒരു അപകടത്തിന്റെ ചുരുളഴിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. പോലീസിനെ സമീപിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്നും വേണ്ടത്ര ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നമ്മുടെ ഒട്ടോയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒട്ടോ നമ്മുടെ മറ്റിൽഡയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാർക്കസിന്റെ അടുത്തേക്ക് വരികയാണ്. മറ്റിൽഡയുടെ അച്ഛനാവട്ടെ ഒരു ആർമി ഓഫീസറായിരുന്നു. ഭാര്യ മരിച്ചതിൻ്റെ ആ ഒരു ആഘാതം അദ്ദേഹത്തെ ഇപ്പോഴും വിട്ടുപോയിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒട്ടോ വന്ന് ഇത്തരം കാര്യങ്ങൾ ട്രെയിൻ അപകടം കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു എന്നതൊക്കെ പറയുന്നത്. അങ്ങനെ അതോടെ കേൾക്കുമ്പോൾ നമ്മുടെ മാർക്കസിന് കുറച്ചുകൂടെ ദേഷ്യം കൂടുന്നു. അങ്ങനെ ഇവർ 4 പേരും കൂടെ ആ ട്രെയിൻ അപകടത്തിന്റെ പിന്നിൽ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്നതും അവരെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ചിത്രം ഒരു ആക്ഷൻ കോമഡി ജേണലാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ച് വലിയ ആക്ഷൻ ഒന്നുമല്ല ചിത്രത്തിലുള്ളത്. എന്നിരുന്നാലും ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ, ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ മേക്കിംഗ് സംവിധായകൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം. മറ്റിൽഡയുടെ അച്ഛൻ ഒരു സൈക്കോ തന്നെയാണ്. മറ്റിൽഡയുടെ അച്ഛൻ ഒരു ആർമി ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു മയവും ഉണ്ടാവില്ല. പക്ഷെ ചിത്രത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇവർക്ക് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പക്ഷെ അതൊക്കെ തന്നെ ഇപ്പം പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ട് അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്താ പറയുക, ഒരു 3 മണ്ടന്മാരും ഒരു സൈക്കോയും കൂടെ പ്രതികാരത്തിന് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ചിത്രം ഓവറോൾ. അതിനിടയ്ക്ക് വന്നു പോകുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ അവരുടേതായ ഭാഗം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് റൈഡേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞതായിരിക്കാം. എന്നിരുന്നാലും കാണാത്തവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമായിരിക്കും. ഒരുപക്ഷെ ഒറ്റ ഇരിപ്പിന് തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് റൈഡേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.